ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടറൽ ഓഫീസർമാർക്കാണ്. സെക്ടറൽ ഓഫീസർമാരുടെ കൈവശം അഡീഷണലായിട്ട് പോളിംഗ് EVM-കളുണ്ടാവും. ഈ EVM-കളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏത് EVM-കളിലാണ് അഡീഷണൽ മെഷീനുകൾ, ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്, GPS ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് EVM കൈകാര്യം ചെയ്യുന്നത്. റിസർവ് ഉൾപ്പെടെ 3324 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മെഷീനുകൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള സജ്ജീകരണം 100% പോളിംഗ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിങ്ങിന് വേണ്ടി സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആർക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എവിടെ നിന്ന് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരാതികളും അറിയിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂം, കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള പുരോഗതിയും പ്രശ്നങ്ങളും കൺട്രോൾ റൂമിൽ വിശകലനം ചെയ്യപ്പെടുന്നു. പോളിംഗ് സാമഗ്രികൾ വിതരണം നടത്തിക്കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കമുള്ള ക്രമീകരണങ്ങൾക്കായി 1400 വാഹനങ്ങളാണ് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. വിവിധ സ്ക്വാഡുകൾക്കായി 203 വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെയും യന്ത്രങ്ങളുടെയും EVM-കളുടെയും വിതരണം നടക്കുന്നത് ഏപ്രിൽ 25-ാം തീയതി രാവിലെ 8 മുതൽ ഇത് 14 വിതരണ കേന്ദ്രങ്ങളിലായിട്ടാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ഈ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നതിന് വേണ്ടി പ്രത്യേക വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനും ഈ വാഹനത്തിൽ ഉദ്യോഗസ്ഥരോടൊപ്പം പോളിംഗ് സ്റ്റേഷനിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കും. വോട്ടെടുപ്പിന് ശേഷം വിതരണം ചെയ്ത കേന്ദ്രത്തിലേക്ക് തന്നെയാണ് വോട്ട് ചെയ്യപ്പെട്ട മെഷീനുകൾ എത്തിക്കുന്നത്. അവിടെ നിന്ന് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ള 3 കൗണ്ടിംഗ് സെന്ററുകളിലേക്കാണ് മെഷീൻ കൊണ്ടുപോയി അവിടെ സജ്ജീകരിച്ചിട്ടുള്ള കൗണ്ടിംഗ് സെന്ററുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലായിരിക്കും മെഷീനുകൾ സൂക്ഷിക്കുന്നത്. മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് 24 മണിക്കൂറും CCTV ഫുട്ടേജ് ഉണ്ടാവും. സെൻട്രൽ പോലീസ് ഫോഴ്സ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സ്ട്രോങ് റൂമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. മലപ്പുറം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിലും, പൊന്നാനി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് തിരൂർ SSM പോളിടെക്നിക് കോളേജുമാണ്. വയനാട് മണ്ഡലത്തിലെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത് ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം CBIL മുഖേന 8321 പരാതികൾ ലഭിക്കുകയുണ്ടായി. പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ചതായിട്ടാണ് പ്രധാനമായിട്ടും പരാതികൾ വന്നിട്ടുള്ളത്. എല്ലാ പരാതികളും തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 പരാതി പരിഹരിക്കാൻ ബാക്കിയുണ്ട്. അത് അടുത്ത കാലത്ത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ലഭിച്ചതാണ്. എല്ലാ പരാതികളും തന്നെ സമയബന്ധിതമായി തീർപ്പാക്കിയിട്ടുണ്ട്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ 4338 പരാതി, പൊന്നാനിയിൽ 3224 പരാതി, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിലായി 659 പരാതികളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതുവരെ 7884 അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ സ്ഥാപിച്ച 45 പ്രചരണ സാമഗ്രികൾ ഇതിൽ ഉൾപ്പെടുന്നു.
ഇങ്ങനെ വന്ന ചെലവ് സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3,21,170 രൂപ സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ഇതിന് വേണ്ട ചെലവ് ചേർത്തിട്ടുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ഇതുവരെ 18.42 കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ജില്ലയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകൾ, പോലീസ്, എക്സൈസ്, DRI തുടങ്ങിയ എല്ലാവരും ചേർന്ന് പിടിച്ചെടുത്ത ഒരു കണക്കാണിത്. പണമായിട്ട് 1,53,00,000 രൂപയും 12.82 ലക്ഷം രൂപ വില വരുന്ന 1,313 ലിറ്റർ മദ്യവും 4.43 കോടി രൂപ വില വരുന്ന കഞ്ചാവ് ഉൾപ്പെടെയുള്ള 223 കിലോഗ്രാം മയക്കുമരുന്നും 83.34 ലക്ഷം രൂപ വില വരുന്ന മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. ഇതോടൊപ്പം 11.49 കോടി രൂപ വില മതിക്കുന്ന 15.73 കിലോഗ്രാം സ്വർണവും പിടിച്ചെടുത്തു. മലപ്പുറം നിയോജകമണ്ഡലത്തിലെ ഭരണാധികാരി ജില്ലാ കളക്ടറായ ഞാനാണ് PR വിനോദ്. പൊന്നാനി നിയോജകമണ്ഡലത്തിലെ ഭരണാധികാരി ADM ആണ് ശ്രീ മണികണ്ഠനാണ് ഭരണാധികാരി. ഇതിനോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി പങ്കെടുക്കുന്നുണ്ട്. പോലീസ് ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി നിങ്ങളോട് സംസാരിക്കും. ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ ജില്ലാ കളക്ടർ പറഞ്ഞ പോലെ 2798 ബൂത്തുകളാണുള്ളത്. ബൂത്തുകളിലെല്ലാം ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 6600 പരം ഉദ്യോഗസ്ഥരെ, അത് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് അടക്കം 6600 പരം ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ വിന്യസിക്കുന്നത്. അതിൽ മറ്റ് ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, CIPF ഉണ്ട്, തമിഴ്നാട് പോലീസുണ്ട്, പിന്നെ റെയിൽവേ, വിജിലൻസ് തുടങ്ങിയ സ്പെഷ്യൽ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാം കൂടിയാണ് 6600 പരം ഉദ്യോഗസ്ഥരെ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നത്. 10 പോലീസ് സബ് ഡിവിഷനുകളായിട്ടാണ് 10 DYSമാരുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഓരോ ഏരിയയിലും 180 ടോട്ടൽ 180 ഗ്രൂപ്പ് പട്രോൾസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലും 2 വീതം പട്രോളിംഗ് ടീമുണ്ടാവും. അതോടൊപ്പം ഈ പ്രശ്നബാധിതമെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുള്ള പോലീസ് സ്റ്റേഷനുള്ള ഏരിയയിൽ CIPFൻ്റെ പ്രത്യേക സുരക്ഷ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത്. നിലവിൽ തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, പൊന്നാനി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അതോടൊപ്പം തന്നെ മുൻപ് മാവോയിസ്റ്റ് ഭീഷണിയുണ്ടായിരുന്ന നിലമ്പൂർ സബ് ഡിവിഷനുകളിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചില ബൂത്തുകളിൽ പ്രത്യേക പോലീസിൻ്റെ സുരക്ഷ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പോളിംഗ് മെറ്റീരിയൽസ് സ്വീകരിക്കുന്ന ഏരിയയിലും അതുപോലെ തന്നെ അത് കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള സുരക്ഷയും ഒപ്പം പോളിംഗ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോഴുള്ള സുരക്ഷയെല്ലാം പ്രത്യേകം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കളക്ടർ പറഞ്ഞ പോലെ ഇലക്ഷനെ ഫേസ് ചെയ്തതിന് മുന്നോടിയായിട്ട് ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസും ചേർന്നുകൊണ്ട് വിവിധ റെയ്ഡുകളും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമും അതുപോലെ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് ടീമെല്ലാം പ്രവർത്തിച്ചിരുന്നു. അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. റിസൾട്ട് ഉണ്ടാക്കിയതിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എത്ര രൂപ പിടിച്ചു എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അതിന് പുറമേ എയർപോർട്ട് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഫോറിൻ കറൻസി ട്രേഡ് നടത്തുന്നതോടുകൂടി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സൗദി റിയാൽ 524 എണ്ണം അങ്ങനെ തുടങ്ങി 99,664 രൂപയുടെ ഇന്ത്യൻ കറൻസി വിലമതിക്കുന്ന ഫോറിൻ കറൻസി പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ട് ഏരിയയിൽ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിശോധനയിൽ
1,38,70,000 രൂപയുടെ ഗോൾഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം ആൻറ്റി സോഷ്യൽ എലിമെൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ ഉറപ്പാക്കുന്നതിനായിട്ട് ഇലക്ഷൻ പ്രോസസ്സ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തിയിട്ടുണ്ട്. ഇന്നലെ പോലും ഞങ്ങളുടെ സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ഡ്രൈവിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം 202 പിടികിട്ടാപ്പുള്ളികളെ പിടികൂടി ജയിലിലടച്ചിട്ടുണ്ട്. 676 വാറന്റ് കേസിലെ പ്രതികളെ പിടികൂടി ജയിലിലടച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്കെതിരെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് തിരിയാതിരിക്കുന്നതിനായിട്ട് സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് 656 പേർക്കെതിരെ 107 കൊടുത്തിട്ടുണ്ട്. 107 CRPC പ്രകാരം നടപടി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കോർഡിനേഷനോട് തന്നെ കോർപ്പറേഷനോട് തന്നെ അതിൽ 2 SDM സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുകാരും കൂടി 377 ആളുകൾക്കെതിരെ ബോണ്ട് വെപ്പിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ബോണ്ട് വെപ്പിച്ചിട്ടുണ്ട്. സെക്ഷൻ 110 CRPC പ്രകാരം 10 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ 7 പേർക്കെതിരെ ബോണ്ട് വെപ്പിച്ചിട്ടുണ്ട്. കാപ്പ പ്രകാരം നടപടിയിൽ കാപ്പ സെക്ഷൻ 3 പ്രകാരം 7 പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത 6 പേര് കളക്ടർ അത് ഓർഡർ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കാപ്പ 15 പ്രകാരമുള്ളത് 15 പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്തത് 14 പേർക്കെതിരെ നടപടിക്ക് ഓർഡർ. അപ്പോൾ ഒരു തരത്തിലുള്ള ഹൂളിഗനിസവും സമ്മതിക്കാത്ത രീതിയിലുള്ള ശക്തമായ സുരക്ഷയായിട്ട് മുൻപോട്ട് പോകും. കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടിട്ട് അതാത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ട് സംസാരിക്കുന്നത് മിക്കവാറും പല പോലീസ് സ്റ്റേഷനുകളിലും കുട്ടിക്കലാശം ഇല്ല എന്നവരെ ഉറപ്പ് വന്നുണ്ട്. അഥവാ ഈ കുട്ടിക്കലാശം ഉണ്ടെങ്കിൽ പോലും ഓരോന്നും ഒരു ഏരിയയിൽ കേന്ദ്രീകരിച്ച് ചെയ്യരുത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് വേറെ പ്ലാൻ നൽകിയിട്ടുണ്ട് ഓരോരുത്തരും. അഥവാ നടത്തുകയാണെങ്കിൽ ഇന്ന ഏരിയയിൽ നടത്താവോ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വാൻഡലിസം അല്ലെങ്കിൽ അക്രമം കാണിക്കുന്നവരുടെ ഉടനടി നടപടി ഉണ്ടാകുമെന്ന് അവർക്ക് കർശനമായ നിർദ്ദേശം ചെയ്യരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായിട്ട് ഇലക്ഷൻ വളരെ ഒരു സമാധാനമായ ഇലക്ഷൻ ഉണ്ടാവണമെന്നുള്ള നിർദ്ദേശത്തോടെ പോകും. ഉണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതെ അതെ ഒരു ഭാഗത്തല്ല ഒരു ഭാഗത്തല്ല ഇല്ല അവരില്ല. അത് നമ്മൾ ഓരോരുത്തരുടെ എടുത്ത് പറയണത് ഓരോ പോലീസ് സ്റ്റേഷനും ചെയ്തിട്ടുണ്ട്. ആ തിരൂർ താനൂർ മേഖലയിലാണ് പ്രത്യേകിച്ച് നമ്മൾ തീരദേശത്ത് ആകെ ഉണ്ടോ നിയന്ത്രണം? ആ തീരദേശം നിയന്ത്രണം. അല്ല ഈ കോട്ടയ്ക്കൽ ഭാഗങ്ങൾ ഞങ്ങളെന്താ വെച്ചാൽ നിങ്ങളുടെ കവറേജിന്റെ ഭാഗം കൂടി ആയിട്ടേ അപ്പൊ നാളെ പോകേണ്ടി വരുമല്ലോ അങ്ങോട്ട്. അപ്പൊ ഒരു പാർട്ടിക്ക് ഒരു ടൗൺ ആണോ അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോൾ ഒരു ടൗണിൽ തന്നെയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഏരിയാസ് ഒരു ഏരിയ തന്നെ അവർ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടാത്ത രീതിയിൽ. മാത്രമല്ല അവരോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഏരിയാസ് തരുമ്പോൾ നിങ്ങൾ ഈ പ്രകടനം വന്നിട്ട് മറ്റാളുകളുടെ ഏരിയയിലേക്ക് കടന്നു പോകുന്നത് കൂടി പ്രത്യേകം നിർദ്ദേശം. അതെ അതെ മലപ്പുറം ഒരു ടീം നമ്മൾ കൊടുത്തിരിക്കുന്നത് അവർ ആ കളക്ടറിന്റെ ഭാഗത്താണ്. ഒരു ടീമിന് കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് ഈ ജില്ലാ കളക്ടറുടെ വസ്തുത ഭാഗത്താണ് കൊടുക്കുന്നത്. മറ്റൊരു ടീമിന് കോട്ടപ്പള്ളി ഭാഗത്താണ്. കുന്നുമല ഏരിയയാണ്. നാളെ ഇപ്പൊ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ റോഡ് ഷോ ഒക്കെ ഉണ്ട് നിലമ്പൂർ ഭാഗങ്ങളില്. അപ്പൊ അവിടെയൊക്കെ അങ്ങനെ ക്രമീകരണങ്ങളുണ്ടോ മറ്റു പാർട്ടികളെ? അല്ല നമ്മൾ നോക്കി ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ പെർമിഷൻ തരുമല്ലോ. പെർമിഷൻ തരുമ്പോൾ തന്നെ നമ്മളതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് സാങ്ഷൻ കൊടുക്കുന്നത്. വൈകുന്നേരം വരെ. പ്രശ്നബാധ ബൂത്തുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് 10 ബൂത്തുകൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, വള്ളർപ്പളായിരുന്നു ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. അതിന് പുറമെ നമ്മൾ പിന്നെ നിലമ്പൂർ സബ് ഡിവിഷൻ മേഖലയിൽ ഒരു 18 ബൂത്തുകൾ കൂടി നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള ബൂത്തുകളായിട്ട് നമ്മൾ കണ്ടു. അതെ ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് മാവോയിസ്റ്റ് ഭീഷണി ഇപ്പോൾ 2021 ശേഷം ഇവിടെ സൈക്ലിംഗ് ഇല്ല. അതുകൊണ്ട് മാവോയിസ്റ്റ് ഭീഷണി എന്നുള്ള രീതിയിൽ കാണുന്നില്ല. അതല്ലാതെ തന്നെ വേണമെങ്കിൽ എന്നാൽ അവരെ വരാൻ സാധ്യതയുള്ള ഏരിയ കൂടിയാണ് കേട്ടോ. കാരണം ഇപ്പോൾ വയനാട് ജില്ലയിൽ ഓൾറെഡി അവർക്ക് ഭീഷണിയുള്ളതാണ്. അപ്പോൾ അത് അധികം ദൂരം ഒന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ചില പ്രത്യേക ബൂത്തുകൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ക്രിട്ടിക്കലായിട്ട് എക്സ്ട്രാ ഫോഴ്സ് CAPF പ്രത്യേക പ്രസൻസ് ഇല്ല.
മണ്ഡലത്തിലെ പുതിയ വോട്ടർമാരുടെ എണ്ണത്തിൽ അന്തിമമായിട്ടുള്ള കണക്കുണ്ട്. പലരും 1,00,000 വോട്ടുണ്ടെന്ന് പറയുമ്പോഴും പല പാർട്ടിക്കാരും പറയുന്നത് 52,000 എന്നൊക്കെ രീതിയിലാണ്. നിങ്ങൾക്ക് കണക്കില്ല, കൃത്യമായി കണക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു ഇരട്ട വോട്ട് പരാതി ജില്ലയിലും ഇവിടെ മലപ്പുറത്തും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇരട്ട വോട്ട് കള്ളവോട്ടായി മാറുന്ന ആരോപണമുണ്ട്. അപ്പോൾ അത് തടയാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇരട്ട വോട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ചില സമയത്ത് ചിലത് വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു ASD ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ബൂത്തിലെ ഒരു ഓഫീസർമാർ ആബ്സെൻറ്റീസ് ഷിഫ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിൽ തന്നെ ഇത് ഡ്യൂപ്ലിക്കേഷൻ ആണെന്നുള്ളത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും ഇരട്ട വോട്ടർ ആണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ASD ലിസ്റ്റ് എന്ന് പറയുന്ന ആബ്സെൻറ്റീസ് എന്ന് മാർക്ക് ചെയ്ത ഒരാൾ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ പ്രത്യേക അവരെ പരിശോധിച്ച് യഥാർത്ഥ വ്യക്തിയാണെന്ന് ഉറപ്പാക്കി മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കൂ. അപ്പം അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി ഇരട്ട വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിൽ പരാതി വന്നിട്ടുണ്ടോ? മലപ്പുറം ഇതുവരെ എനിക്ക് പരാതികൾ ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടും വോട്ട് ചെയ്യാൻ പറ്റാത്ത, പോസ്റ്റ് വോട്ട് ചെയ്യാൻ പറ്റാത്ത മടങ്ങിപ്പോയി എന്നൊരു പറയുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ക്രമീകരണം ഉണ്ടോ വോട്ട് ചെയ്യാൻ? ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത ക്രമീകരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് സമയത്ത് ക്രമീകരണം ചെയ്തിരുന്നു. പക്ഷേ അതേ സമയത്ത് അവർ തന്ന അപേക്ഷ അനുസരിച്ച് ബാലറ്റ് മറ്റ് ജില്ലകളിൽ നിന്ന് വന്നാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ട്രെയിനിങ് സമയത്ത് വോട്ട് ചെയ്യാൻ സാധിച്ചവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് ഇന്നും നാളെ മലപ്പുറത്ത് MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും എല്ലാവരുടെയും ബാലറ്റ് കിട്ടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറ്റ് ജില്ലയിൽ നിന്ന് അപേക്ഷ അനുസരിച്ച് ബാലറ്റ് നമുക്ക് എത്തിച്ചു വന്നാൽ മാത്രമേ അവർക്ക് ബാലറ്റ് വിതരണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ലഭിക്കാത്തവർക്ക് ഈ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിൽ വെച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണം ഉണ്ടാകും. 25-ാം തീയതി രാവിലെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണം ഉണ്ടാകും. അതുകൊണ്ട് കാലപരിധിക്കുള്ളിൽ, സമയപരിധിക്കുള്ളിൽ അപേക്ഷ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും തന്നെ വോട്ട് ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 18 വയസ്സിന് മുകളിലുള്ളവരായിട്ട് പുതിയതായിട്ട് വന്നവരുടെ എണ്ണം 82,286. 82,280 ജില്ലയിൽ മൊത്തം മണ്ഡലം വയസ്സ് തന്നെ ഇപ്പോഴെന്ത് ചെയ്യാറില്ല. പിന്നെ ഹോം വോട്ടിംഗ് നാളത്തോടുകൂടി മിക്കവാറും ഹോം വോട്ടിംഗ് 90%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. 24 ഹോം വോട്ട് ചെയ്തവരുടെ എണ്ണം ഫൈനലായിട്ടില്ല. നാളെ വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. 10 ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. 90%-ലധികം പൂർത്തിയായി കഴിഞ്ഞു. പൂർത്തിയാവുന്നതനുസരിച്ച് അതിൻ്റെ സമയം. ജില്ലയിൽ ഇതുവരെ പരാതികൾ ലഭിച്ചില്ല. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നല്ലൊരു സഹകരണമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ പേര്, പരമാവധി പേര് വോട്ടിങ്ങിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഫസ്റ്റ് ഫേസിൽ പലർക്കും ഹീറ്റ് വേവിൻ്റെ സാഹചര്യത്തിലായിരിക്കും അവർ, പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ചൂട് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവർക്ക് ഒരിക്കലും വെയിലത്ത് ക്യൂ നിൽക്കേണ്ട ഇല്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. വരാന്തയിൽ നിൽക്കാനും ആവശ്യമുള്ളിടത്ത് ഷെയ്ഡ് കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ ക്യൂ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ടോക്കൺ കൊടുത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ടോക്കൺ കൊടുത്ത് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അതുകൊണ്ട് കാലാവസ്ഥയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആരും പിന്തിരിഞ്ഞ് പോയിട്ട് പരമാവധി പേർ വോട്ടിങ്ങിന് പങ്കെടുക്കണം. അതിനുവേണ്ടി നമ്മൾ വോട്ടേഴ്സിനെ കൂടുതൽ പങ്കെടുപ്പിക്കുന്നതിൻ്റെ സ്വീപ്പ് ആക്ടിവിറ്റീസ് പലക്ക് നടപടികൾ ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയുള്ള ക്രമീകരണം ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല. വോട്ടിംഗ് കണ്ടിന്യൂസ് ആയിരിക്കും. 1-2 ഉദ്യോഗസ്ഥർക്ക് പോലുള്ള സ്ഥിതിയുണ്ട്. അംഗപരിമന്ത്രിയുടെ 2 സ്റ്റേഷനുകൾ, ഒന്ന് മഞ്ചേരിയിലും
ഒന്ന് തിരൂരുമാണ് അവർക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ ജീവനക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് രാത്രി താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് തലേദിവസം വന്ന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം അവർക്ക് റെസ്റ്റ് ഹൗസിൽ റൂമുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെ അവരെ 5:30 തന്നെ അവിടെ എത്തിക്കും. അവരെ സഹായിക്കാൻ വേണ്ടി വേറൊരു ഉദ്യോഗസ്ഥനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോളിംഗ് ബൂത്തിനകത്ത് ഇവരെ മാത്രമായിരിക്കും ചെയ്യുന്നത്. വരുന്നവരെ സംബന്ധിച്ച് പോളിംഗ് ഡ്യൂട്ടി എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നമ്മളുടെ ലൊക്കേഷനും ഡീറ്റെയിൽസും മഞ്ചേരിയിലും തിരൂരാണ്. അതിനുള്ളൊരു ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മളിപ്പോഴും പറയാൻ പാടില്ല. അതുകൊണ്ടാണത് പറയാം. ഈ 2 ലൊക്കേഷനിലാണ് നമുക്ക് അത് നമ്മൾ 25-ാം തീയതി രാവിലെ മാത്രമേ ഏത് ഉദ്യോഗസ്ഥൻ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മൾ തീരുമാനിക്കും. അതൊരു സീക്രട്ടായിട്ട് വെക്കുന്നത്. അതുപോലെ നമുക്ക് ഫോറസ്റ്റിനകത്ത് 2 പോളിംഗ് സ്റ്റേഷനുണ്ട്. യൂത്ത് ഓഫീസർമാരെയാണ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. വാണിയമ്പുഴ, കുഞ്ചക്കുഴി. നമുക്ക് കുട്ടിക്കലാശത്തിന്റെ സമഗ്രമായിട്ടൊരു ഉപകാരപ്പെടുന്നത് ജില്ലയിൽ എവിടെയൊക്കെ നിയന്ത്രണം അതെ ഈ തീരദേശ മേഖലയിൽ എന്തെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ സുരക്ഷ സംബന്ധിച്ച്? അല്ല, നിലവിലെ അങ്ങനെ ഒരു ഇൻഡസ്ട്രി റിപ്പോർട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ ഓൾറെഡി CAPF-നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി റൂട്ട് മാർച്ചസ് ഓരോ ഏരിയ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും നടത്തുന്നുണ്ട്, ഓൾറെഡി മേഖലയിലൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മലയോര മേഖലയിൽ ഇതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മലയോര മേഖലയിൽ നമ്മൾ ഈ ഇല്ലീഗൽ വെപ്പൺസ് കൈവശം വെച്ച് നൽകുന്നതിനെ കുറിച്ച് നമ്മൾ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 7 പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ഇന്നിപ്പോൾ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒന്ന് കഷ്ട പിടിച്ചെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 8 ഓൾറെഡി പിടിച്ചു. അതായത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ മുൻപോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ള പോളിംഗ് അല്ലെങ്കിൽ അട്രോസിറ്റീസും അനുവദിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള മെസ്സേജ് ചട്ടലംഘന പരാതികളുണ്ട്. ഇതിന് എന്തെങ്കിലും ഗൗരവമുള്ള പരാതികളുണ്ട്? ഇവിടെ ഗൗരവപൂർവമായ പരാതികൾ ലഭിച്ചിട്ടില്ല. കൂടുതലും നമുക്ക് ലഭിച്ച ഈ വലിയ നമ്പറാണെങ്കിലും പൊതുസ്ഥലത്ത് പോസ്റ്റർ പതിച്ചു, അനുമതിയില്ലാതെ പതിച്ചു എന്നുള്ളതാണ് CBG വന്നിരിക്കുന്ന പരാതികളെല്ലാം തന്നെ അങ്ങനെയുള്ള പരാതി. അങ്ങനെ വന്നിട്ടില്ല. സാധാരണ തീർച്ചയായിട്ടും കൂടുതൽ പേരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും എല്ലാം നല്ല വാർത്തകൾ കൊടുക്കുക, പരമാവധി പങ്കെടുത്താൽ മാത്രമേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യം വോട്ടർമാരിലേക്ക് എത്തിക്കാൻ പരമാവധി അവർ പങ്കെടുക്കുന്നു. അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. പല പോളിംഗ് സ്റ്റേഷനിലെ നമ്പർ ഓഫ് വോട്ടേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിലും വലിയ ക്രൗഡ് ഉണ്ടെങ്കിൽ പോലും ക്രൗഡ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചോദിക്കുന്നതിനുള്ള സജ്ജീകരണം യാതൊരു ഭയവും പേടിയോ ഇല്ലാതെ തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. സുതാര്യമായിട്ടാണ് എല്ലാ നടപടികളും ചെയ്യുന്നത്. മലപ്പുറത്തെ ഡിസ്ട്രിബ്യൂഷൻ എവിടുന്ന? മലപ്പുറത്തിൻ്റെ MSP തന്നെ കോളേജ്, മലപ്പുറം കോളേജിൽ വെച്ചാണ്. ഈ വലിയ തിരക്കുണ്ടെങ്കിൽ ടോക്കൺ സിസ്റ്റം ആലോചിക്കുന്നുണ്ടല്ലോ, അത് വൈകുന്നേരം മാത്രമുള്ളോ അതോ പ്രത്യേക സാഹചര്യത്തിൽ ഇടയ്ക്കുണ്ടോ? വൈകുന്നേരം നിർബന്ധമായിട്ടും ടോക്കൺ കൊടുക്കേണ്ടതാണ്. വൈകുന്നേരം അവസാനിക്കുന്ന സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കുമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. അതിനുശേഷം ആ സമയത്തിന് ശേഷം വരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോൾ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ കൊടുക്കും. അവസാനത്തെ ആളിൽ നിന്ന് 1-ാം നമ്പർ എന്നുള്ള രീതിയിൽ ആ ക്യൂ സമയത്ത് ടോക്കൺ കൊടുക്കും. ആ ടോക്കൺ ഉള്ളവർക്ക് മാത്രമേ അവസാനം വോട്ട് ചെയ്യാൻ അവസരമുള്ളൂ. അതിന് പുറമെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചൂട് വളരെ കൂടിയ സാഹചര്യത്തിൽ വലിയ ക്യൂ വരികയാണെങ്കിൽ വെയിലത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. കടൽ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലും കൂടെ ടോക്കൺ കൊടുക്കുന്നതിനെ പറ്റി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കംഫർട്ടബിളായിട്ട് ഒരു റൂമിലിരിക്കാം. ടോക്കൺ വിളിക്കുന്നതനുസരിച്ച് 4-5 പേര് മാത്രം ക്യൂവിൽ നിന്നാണ്. കുടിവെള്ള ക്രമീകരണം എല്ലാ സ്ഥലത്തും കുടിവെള്ളം ക്രമീകരണം ചെയ്തു. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ചില ബൂത്തുകൾ ഉദ്യോഗസ്ഥന്മാർ വോട്ടർ മാറ്റുന്നത് സ്ലോ ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ആളുകൾ വരി നിൽക്കേണ്ട അവസ്ഥയും അവസാന സമയത്ത് പിന്നീട് ഒരുപാട് ആളുകൾക്ക് ടോക്കൺ കൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടാവാറുണ്ട്. പല ബൂത്തുകളും പിന്നീട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ
ട്രെയിനിങ് 2 തവണയായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ്ങിൽ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ഈ വിതരണ സെൻറ്ററിലും ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് പരമാവധി വേഗതയിലാക്കണം. പിന്നെ ലൈറ്റിങ്ങിൻ്റെ അഭാവമാണ് ഒരു പ്രശ്നം വരുന്നത്. ലൈറ്റിങ്ങിന് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതിന് എക്സ്ട്രാ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സെക്ടറൽ ഓഫീസർമാർ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് എവിടെയാണ് ക്യൂ നീങ്ങാത്തത്, അവിടെ എന്ത് ക്രമീകരണം ചെയ്യേണ്ടി വരും എന്നുള്ളതും ക്രമീകരിക്കും. പെർസെൻറ്റേജ് തീർച്ചയായിട്ടും ആദിവാസി മേഖലയിലൊക്കെ അങ്ങനത്തെ 2 എണ്ണമാണ്. വാണിയും പുഴയും കുഞ്ചപ്പല്ലി. നെടുങ്കയം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും സമാധാനപരമായ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്ന് നമ്മുടെ പോളിംഗ് ഡേയിൽ പിന്നെ നിലമ്പൂർ ഭാഗത്തേക്കും പൊന്നാനി തീരദേശ നമ്മുടെ തിരൂർ പൊന്നാനി തീരദേശ മേഖലയിലേക്കും 2 വാഹനങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പോരാൻ താല്പര്യപ്പെടുന്നവർ നേരത്തെ അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് സൗകര്യമായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ഇവിടുന്ന് അറിയിക്കുക, അല്ലെങ്കിൽ ഒന്ന് വ്യക്തിപരമായിട്ട് വാട്സപ്പിലോ മറ്റോ ഒന്ന് അറിയിച്ചാൽ ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്നും ആരാണെന്നുള്ളതും പേരും കൂടി ഒന്ന് അറിയിച്ചാൽ നമുക്ക് സൗകര്യമാണ്. അത് രാവിലെ പോകുന്നവരാണ് തീരുമാനിച്ചത്. എനിക്ക് തോന്നുന്നത് 8 മണിയായിരിക്കും സൗകര്യം തോന്നുന്നു. മലപ്പുറത്തുള്ള ശിക്ഷകളുടെ ഫോട്ടോ ഒക്കെ സാധാരണ ചാനൽ സ്വന്തം വണ്ടിയിലായിരിക്കുമല്ലോ പോകല്ലേ. പ്രസ് ഫോട്ടോഗ്രാഫേഴ്സും റിപ്പോർട്ടേഴ്സായിരിക്കും കാര്യമായിട്ട് ഉണ്ടാവാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും രാവിലെ ഒരു 8 മണിക്ക് നമുക്ക് പ്രസ് ക്ലബിൻ്റെ പരിസരത്ത് പോകുന്ന രീതിയിൽ ക്രമീകരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ പോകുന്ന ആളുകളൊന്ന് നേരത്തെ അറിയിച്ചാൽ വളരെ ഉപകാരമാണ്. അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ്റെ പോളിംഗ് സ്റ്റേഷനുകൾ പ്രവേശിക്കുന്നതിനുള്ള അതോറിറ്റി ലെറ്ററുകൾ ഇന്ന് രാത്രിയോടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ രാവിലെ കൂടി വിതരണം ചെയ്യും. നിലവിൽ മീഡിയ ലിസ്റ്റിലുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് തന്ന അതേ പട്ടിക അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും പിന്നെ ലഭ്യമാകുന്നത് നാളെ രാവിലെ മുതൽ വിതരണം ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അത് ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതാണ്. പിന്നെ മറ്റൊന്നുള്ളത്, പോൾ മാനേജർ ആപ്പ് വഴി തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തത്സമയം പോളിംഗ് ടേൺ ഔട്ട് അറിയിക്കുന്നതിനുള്ള സംവിധാനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നമ്മുടെ ഗ്രൂപ്പ് വഴി തത്സമയം ലഭ്യമാകുന്നത് അറിയിക്കുന്നതാണ്. അത് ഈ പോൾ മാനേജർ ആപ്പിൽ വരുന്ന വിവരങ്ങളായിരിക്കും അറിയിക്കുക. സാധാരണഗതിയിൽ മാധ്യമ സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിൽ അവർക്ക് പല ക്രമീകരണങ്ങളും കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു സംവിധാനം വഴികളൊന്നും നമ്മൾ മറ്റ് സംവിധാനങ്ങളില്ല. ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പോൾ മാനേജറിൽ വരുന്ന ടേൺ ഔട്ട് മാത്രം തരാനുള്ള സംവിധാനം നിലവിൽ നമ്മുടെ എടുത്തുള്ളൂ. അതെ അതെ, നമ്മൾ കമ്മീഷൻ്റെ ഡയറക്റ്റ് ഇതുവഴിയിലാണ് സാധാരണ ചാനലുകൾക്ക് കിട്ടുന്നത്. മലപ്പുറത്ത് നിന്നുള്ളത് നമ്മൾ തരും. ആദ്യം ഇലക്ഷൻ കമ്മീഷൻ അതായത് ഓരോ മണിക്കൂർ കൂടുമ്പോഴാണ് പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരും പോൾ മാനേജർ ആപ്പിൽ ഇത് അപ്ഡേറ്റ് ചെയ്തത്. ആ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് നൽകാൻ ഒരു സജ്ജീകരണം ചെയ്യുന്നുണ്ട്. ഇലക്ഷൻ നടക്കുന്ന ദിവസം ഇൻഫർമേഷൻ ഓഫീസിനോട് ചേർന്ന് ഈ ഓരോ മണിക്കൂറിലുള്ള അപ്ഡേഷനെ പെർസെന്റേജ് ആണ് പ്രധാനമാണ്. അത് പരമാവധി ലഭ്യമാകുന്ന വിവരങ്ങൾ തത്സമയം നൽകാൻ വേണ്ടി നമ്മുടെ പിന്നെ ഇവിടെ പങ്കെടുക്കുന്നത് കളക്ടറും എസ് പിയും അതുപോലെ ഭരണാധികാരി എലിയും കഴിഞ്ഞ അസിസ്റ്റന്റ് കളക്ടർ ശ്രീ സുനിൽ കുമാർ താക്കൂർ IAS, പിന്നെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറാണ് S ബിന്ദു. സുനിൽ കുമാർ താക്കൂർ IAS അസിസ്റ്റന്റ് കളക്ടർ സ്വീപ്പിന്റെ നോഡൽ ഓഫീസർ കൂടിയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ADM, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും ഒറ്റ വാക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകാനും കൂടി